ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള സർവീസ് റൂൾസ് പാർട്ട് 1 അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കേരള സർവീസ് റൂൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അത് പ്രകാരം കേരളത്തിലെ കേരള സർവീസ് റൂൾസ് ഇഷ്യൂ ചെയ്തത് അല്ലെ നോട്ടിഫൈ ചെയ്തത് 12/11/1959 കേരള സർവീസ് റൂൾസ് നോട്ടിഫൈ ചെയ്തത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 309 അല്ലെ? 309 ആർട്ടിക്കിൾ പ്രകാരമാണ് കേരള സർവീസ് റൂൾസ് ഇഷ്യൂ ചെയ്തത്. അതിന് മുമ്പ് തിരുവിതാംകൂറിൽ TSR, മദ്രാസ് റൂൾസ് ഒക്കെ ആയിരുന്നു. അതായത് ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് മദ്രാസ് പെൻഷൻ കോഡ് ഒക്കെ ആയിരുന്നു. കൊച്ചിയിൽ CSR എന്ന് പറഞ്ഞ ചട്ടമായിരുന്നു, കൊച്ചിൻ സർവീസ് റെഗുലേഷൻസ് ആയിരുന്നു. അപ്പം സംസ്ഥാന രൂപീകരണത്തോടു കൂടി പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാരും മദ്രാസ് സ്റ്റേറ്റ് ജീവനക്കാർ കുറച്ചു പേരൊക്കെ സംസ്ഥാന ജീവനക്കാരായി മാറി. പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാർ പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സായി. അതുകൂടാതെ മദ്രാസ് സ്റ്റേറ്റിൽ നിന്നും കുറച്ചുപേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടായി. അവിടെ എല്ലാവർക്കും കൂടി ബാധകമായിട്ടുള്ള പൊതുവായ ചട്ടം ആവശ്യമായി വന്നു. അത് പ്രകാരം കേരള സർവീസ് റൂൾസ് ഇഷ്യൂ ചെയ്തു. അത് 12/11/59 നോട്ടിഫൈ ചെയ്യുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 309 ആർട്ടിക്കിൾ പ്രകാരമാണ്. എന്നാൽ ജീവനക്കാർക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കുന്നത്, ദ കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കുന്നത് 1968 ദ കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 ആണ് അല്ലേ? അതിന്റെ ആക്ട് നമ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു, 19/1968. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തത്. അതുകൂടാതെ കേരള സർവീസ് റൂൾസ് എത്ര പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? A, only 1 part. B, 2 parts. 3, C, 3 പാർട്ടുകൾ. ഏതാണ് ശരി ഉത്തരം? 3 പാർട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലേ? 3 പാർട്ടുകളാണ്. പാർട്ട് 1 എത്ര റൂൾസ് ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. പാർട്ട് 1 ഹൗ മെനി റൂൾസ് ഇൻ പാർട്ട് 1? A, 151 റൂൾസ്. B, 159 റൂൾസ്. C, 116 റൂൾസ്. D, 158 റൂൾസ്. പാർട്ട് 1 എത്ര റൂൾസ് ആണുള്ളത്? 159 റൂൾസ് ആണ് പാർട്ട് 1. പാർട്ട് 1 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 11 ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടും. അതുകൂടാതെ പാർട്ട് 2 116 റൂൾസ് ഉണ്ട്. അതിൽ യാത്രപ്പടി ചട്ടങ്ങളാണ് പറയുന്നത് അല്ലേ? TA മാത്രമാണ്. പാർട്ട് 3 151 റൂൾസ് ഉണ്ട്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റൂൾസ് ആണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 1 ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ പാർട്ട് 1 ടേബിൾ ഓഫ് കണ്ടന്റ്സ് കൂടി ഒന്ന് മനസ്സിലാക്കാം, ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. അപ്പൊ ഇതൊന്നും എഴുതിയൊന്നും ആരും എടുക്കണ്ട, കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നത് കൊണ്ട് അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാം. എന്നാൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ബൈ ഹാർട്ട് ആയിരിക്കും കേട്ടോ. അതായത് പാർട്ട് 1 159 റൂൾസ് ആണ് ഉള്ളത്. ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 1 ടെക്സ്റ്റുള്ള ഒരു ടെക്സ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആ പ്രിഫേസ് ഒക്കെ കഴിഞ്ഞിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ്സ് കാണാം. ടേബിൾ ഓഫ് കണ്ടന്റ്സ് പാർട്ട് 1. അതായത് വോളിയം 1 പാർട്ട് 1 പാർട്ട് 2 ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉണ്ട്. പാർട്ട് 1 ടേബിൾ ഓഫ് കണ്ടന്റ്സ് ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പൊതുവായ ഉദ്ദേശ്യം 1 മുതൽ 11 വരെയുള്ള റൂൾസ് ആണ്. അതിൽ 11 റൂൾസ് ആണുള്ളത് കേട്ടോ. അടുത്തത് ചാപ്റ്റർ 2 ഒരു റൂൾ മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ 2 ഡെഫിനിഷൻസ് ആണ്. എല്ലാ ഡെഫിനിഷൻസും ചാപ്റ്റർ 2 പറയുന്നത്. അത് റൂൾ 12 ആണ്. ഒന്നാരും എഴുതിയെടുക്കണ്ട. ചാപ്റ്റർ 3 ജനറൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിൽ 13 മുതൽ 24 ക്യാപിറ്റൽ വരെയുള്ള റൂൾസ് ആണ് ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസ്. 13 മുതൽ 24 ക്യാപിറ്റൽ വരെ. പിന്നെ ചാപ്റ്റർ 4 പേ ഫിക്സേഷൻ, ഇൻക്രിമെന്റ് ഒക്കെ പറയുന്നത്. അത് റൂൾസ് 25 മുതൽ 43 വരെയുള്ള റൂൾസ് ആണ്. ചാപ്റ്റർ 5 അഡീഷൻസ് ടു പേ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. 44 മുതൽ 52 വരെയാണ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അത് 53 ക്യാപിറ്റലെ 2 റൂൾസേ ഉള്ളൂ. അതായത് നിയമനങ്ങളുടെ ഒരു സംയോജനമാണത്. അതായത് ഒന്നിലധികം തസ്തികളിൽ ഒരാൾക്ക് ചാർജ് ഒക്കെ കൊടുക്കത്തില്ലേ, നമ്മൾ ഫുൾ അഡീഷണൽ ചാർജ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ്. ഒരാൾ അവധി പോയാൽ, വല്ല സ്ഥലം മാറിപ്പോയാൽ പകരം ഒരാൾക്ക് ചാർജ് കൊടുക്കുന്ന ആ ചട്ടങ്ങളാണ് 53 ക്യാപിറ്റലെ. പിന്നെ ചാപ്റ്റർ 7 ഡിസ്മിസൽ, റിമൂവൽ, സസ്പെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. സർക്കാർ ജീവനക്കാരനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്താലുള്ള
നടപടിക്രമങ്ങളാണ് 54 മുതൽ 59 വരെ. പിന്നെ കമ്പൾസറി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അത് നമ്മൾ റിട്ടയർമെന്റ് ഏജ് എത്തി റിട്ടയർ ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ കമ്പൾസറി റിട്ടയർമെന്റ്, അല്ലാതെ ശിക്ഷയുടെ ഭാഗമുള്ള ഒരു റിട്ടയർമെന്റ് അല്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് ആസ് എ പണിഷ്മെന്റ്. An officer is compelled to retire at the age of retirement. That is, on attaining the age of retirement, an officer is compelled to retire. അതാണ് ഇവിടെ കമ്പൾസറി റിട്ടയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 റൂൾസേ ഉള്ളൂ, 60 ക്യാപിറ്റല്. പിന്നെ 9ാമത്തെ ചാപ്റ്ററാണ് ഈ പാർട്ട് 1ലെ ഏറ്റവും വലിയ ചാപ്റ്റർ, ലീവാണ്. അവധി സംബന്ധിച്ച ചട്ടങ്ങളാണ്. റൂൾസ് 61 മുതൽ 124 വരെയുള്ള റൂൾസ് ലീവ് റൂൾസ് ആണ്. അതുകൊണ്ട് 64 റൂൾസ് ലീവ് സംബന്ധിച്ചുള്ളതാണ്. ലീവിനെ തന്നെ പല സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ വലിയ പ്രസക്തി ഒന്നുമില്ല. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്ന് പറഞ്ഞൊരു 10-13 സെക്ഷൻ ഉണ്ട്. അതായത് 1ാമത്തെ സെക്ഷൻ ഒരു ചാപ്റ്ററിനെ തന്നെ ഡിഫറെന്റ് സെക്ഷനായി തിരിച്ചിരിക്കുകയാണ്. 10ാമത്തെ ചാപ്റ്ററാണ് ലീവ്. സെക്ഷൻ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. 1ാമത്തെ സെക്ഷൻ എക്സ്റ്റെൻഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ആർക്കൊക്കെയാണ് ബാധകം എന്നാണ് പറയുന്നത്. പിന്നെ ജനറൽ കണ്ടീഷൻസ് ഓഫ് ലീവ് 64, 76, ഗ്രാന്റ് ഓഫ് ലീവ് 77, 88, കമ്മ്യൂട്ടേഷൻ ലീവ് വിത്ത് റെസ്പെക്ട് ഇഫക്റ്റ് 89, 91, ലീവ് സാലറി, അവധിയെടുത്താൽ കിട്ടുന്ന ശമ്പളം, അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങളാണ് 92, 95. പിന്നെ ഓവർ സ്റ്റേ ഓഫ് ലീവ് എന്ന് പറഞ്ഞ് റൂൾസ് ഉണ്ട് 96, 96 ക്യാപിറ്റല്. അതായത് അവധിയിൽ പ്രവേശിച്ച ഒരു ഉദ്യോഗസ്ഥൻ അവധി കഴിഞ്ഞിട്ടും ജോലി തിരികെ പ്രവേശിക്കാതിരിക്കുന്നതിന് ഓവർ സ്റ്റേ എന്ന് പറയും. അവധി അതീത കാലമാണ്. അതുപോലെ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്ന ലീവ് ഉണ്ട്. അറിയാമല്ലോ, ഇപ്പം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റിയോ ഒക്കെ ചെയ്താൽ 97 മുതൽ 98 പ്രകാരം നമുക്ക് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കിട്ടും. അടുത്തത് മെറ്റേണിറ്റി ലീവാണ്. 100, 102 ആണ്. 100 മുതൽ 102 വരെയാണ് മെറ്റേണിറ്റി ലീവിന്റെ ചട്ടങ്ങൾ കേട്ടോ. ചൈൽഡ് അഡോപ്ഷൻ ലീവാണ് 102 ക്യാപിറ്റല്. അങ്ങനെ ലീവ് ഉണ്ടല്ലോ. ദത്തവധി, കുട്ടികളെ ദത്തെടുക്കുന്നതിനും ലീവ് കിട്ടും. പെറ്റേണിറ്റി ലീവ് അറിയാമല്ലോ, 102 ക്യാപിറ്റൽ ബി ആണ്. പിന്നെ ഹോസ്പിറ്റൽ ലീവ് എന്ന് പറഞ്ഞ ലീവ് ഉണ്ട് 103, 106 വരെ. 103 മുതൽ 106 ആണ്. പിന്നെ ലീവ് ടു പാർട്ട് ടൈം ഓഫീസേഴ്സ്, ലീവ് ടു റേഡിയേഷൻ വർക്കേഴ്സ്, ലീവ് ഫോർ ടേക്കിംഗ് അപ്പ് എംപ്ലോയ്മെന്റ് അബ്രോഡ്, ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ തന്നെ നമ്മൾ ജോലിക്ക് വേണ്ടി അവധി എടുക്കത്തില്ലേ, 5 വർഷം വരെ. അപ്പൻഡിക്സ് 12A പ്രകാരം അത് ഒരു KSRലെ റൂള് 110B ആണ്. പിന്നെ ലീവ് ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി എന്നും പറഞ്ഞുണ്ട്. അത് അപ്പൻഡിക്സ് 12B പ്രകാരം ലീവ് എടുക്കും, 5 വർഷമാണ്. 110C ആണ്. ഇതൊക്കെ വിശദമായി പഠിക്കാനുണ്ട്. ലീവ് ഫോർ ജോയിൻ സ്പൗസ്, അപ്പൻഡിക്സ് 12C പ്രകാരം ലീവ് എടുക്കാം, അതും 5 വർഷമാണ്. KSR 110Dയിലാണ് പറയുന്നത്. ഡീറ്റെയിൽ റൂൾസ് എല്ലാം അപ്പൻഡിക്സിലാണ് കേട്ടോ. 12A, 12B, 12C ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ റേഡിയേഷൻ വർക്കേഴ്സിന്റെ ലീവ് അപ്പൻഡിക്സ് 12ലാണ് പറയുന്നത്, 12ലാണ് പറയുന്നത്. പിന്നെ കാഷ്വൽ ലീവ്, കാഷ്വൽ ലീവിന്റെ KSRലെ റൂൾ 111 ആണ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാഷ്വൽ ലീവിന്റെ KSRലെ റൂൾ എത്രയാണ്? 111. എഴുതിയെടുക്കണ്ട ഇപ്പോഴും അത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് KSRന്റെ ലീവ് റൂൾസ് പറയുന്നത് അപ്പൻഡിക്സ് 7ലാണ്. അതാ പറയാം, അപ്പൻഡിക്സസ് വളരെ പ്രധാനപ്പെട്ടതാണ് പലതും. കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ് റൂൾസ് ഒക്കെ അപ്പൻഡിക്സ് 7ലാണ് കേട്ടോ. ഇതൊന്നും ആരും എഴുതിയെടുക്കണ്ട. അടുത്തത് പ്രൊസീജിയർ റിലേറ്റിംഗ് ടു ലീവ് എന്ന് പറഞ്ഞിട്ടാണ് 112 മുതൽ 124 വരെ. അപ്പോൾ ടോട്ടൽ 124 വരെയുള്ള റൂൾസ്, അതായത് 61 മുതൽ 124 വരെയുള്ള റൂൾസ്, 124 വരെ ലീവ് റൂൾസ് ആണ്. അടുത്ത ഒരു ചാപ്റ്റർ 10th ചാപ്റ്റർ ജോയിനിങ് ടൈം ആണ്. 10ാമത്തെ ചാപ്റ്റർ ജോയിനിങ് ടൈം, പ്രവേശനകാലം. അത് 125 മുതൽ 138 വരെയുള്ള ചട്ടങ്ങളാണ് പ്രവേശന കാലത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. 125 138 ആണ്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ പാർട്ട് 1, ദാറ്റ് ഈസ് 11ാമത്തെ ചാപ്റ്റർ, 11th ചാപ്റ്റർ, ഇറ്റ് ഈസ് ഫോറിൻ സർവീസ്, അന്യസേവനം അല്ലെ അന്യത്ര സേവനം എന്നൊക്കെ പറയും. നമ്മൾ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഡെപ്യൂട്ടേഷൻ പോകില്ലേ, അതാണല്ലോ ഫോറിൻ സർവീസ്. അതിന്റെ ചട്ടങ്ങൾ 139 മുതൽ 159 വരെയാണ്. അപ്പോൾ പാർട്ട് 1ൽ എത്ര റൂൾസ് ഉണ്ട്? 159 റൂൾസ് ഉണ്ട്. ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ. പാർട്ട് 2 TA റൂൾസ് ആണ്. ഇപ്പൊ ഇത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊന്ന് വായിച്ച് നോക്കിക്കോണം. ടേബിൾ ഓഫ് കണ്ടൻസ്, പിന്നെ പെൻഷൻ്റെയും ടേബിൾ ഓഫ് കണ്ടൻസ് ഞാൻ അയച്ചു തരാം. അതിന്റെ ഡിസ്കസ്ഡ് വീഡിയോ പിന്നെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ പാർട്ട് 1ൽ ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. പാർട്ട് 2 1ാമത്തെ ചാപ്റ്റർ ഏതാണ്? ജനറൽ സ്കോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വേറെ ഡോക്യുമെൻ്റ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ, ഒരു സെക്കൻഡ്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ തൊട്ട് അതിൽ പാർട്ട് 1ലെ 1ാമത്തെ റൂള് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റിലേക്ക് പോകാം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചോളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. യെസ്, ഇത് അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. പാർട്ട് 1 ചാപ്റ്റർ 1, പാർട്ട് 1, പാർട്ട് 1, പാർട്ട് 1.
ചാപ്റ്റർ 1, പാർട്ട് 1 ചാപ്റ്റർ 1. പേരെന്താണ്? ജനറൽ സ്കോപ്പ്. ജനറൽ സ്കോപ്പ് എന്നാണ്, പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഉദ്ദേശ്യം എന്നോ ലക്ഷ്യം എന്നോ വ്യാപ്തി എന്നൊക്കെ പറയാം. സ്കോപ്പ്, അതാണ് ചാപ്റ്ററിന്റെ പേര്. റൂൾസ് 1 മുതൽ 11 വരെ. ഈ ചാപ്റ്ററിലെ റൂൾസ് എത്ര തൊട്ട് എത്ര വരെ? റൂൾസ് 1 to 11, 1 മുതൽ 11 വരെയുള്ള റൂൾസ് ആണ് ഈ ചാപ്റ്ററിൽ. പാർട്ട് 1 ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പ്, റൂൾസ് 1 മുതൽ 11 വരെ. ഇപ്പോൾ ഒന്നാമത്തെ റൂളിൽ പറയുന്നത് ഈ ചട്ടങ്ങൾ കേരള സർവീസ് ചട്ടങ്ങൾ എന്നറിയപ്പെടും. ദീസ് റൂൾസ് മേ ബി കോൾഡ് ദ കേരള സർവീസ് റൂൾസ് എന്നാണ് പറയുന്നത്. ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. അതായത് റൂൾ 1 തന്നെ സബ് റൂൾ ഉണ്ട്. റൂൾ 1 എന്നും 1, 2 എന്നും പറഞ്ഞുണ്ട്. ഇത്രയൊന്നും ഡീപ്പായിട്ട് ഓരോ റൂളൊന്നും KSR പഠിക്കണ്ട, എന്നാൽ ചിലതൊക്കെ ഓർത്തിരിക്കണം. എങ്കിലും നമ്മൾ റൂൾസ് ഫോളോ ചെയ്താൽ പോകുന്നത് കേട്ടോ. എന്നാൽ ചില റൂൾസൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ റൂൾസിനുപരി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പോയിന്റ്സിനാണ്. ആ റൂൾ എന്ന് പറഞ്ഞ നമ്പറിനല്ല, എന്താണ് റൂൾ, വാട്ട് ഇസ് സ്റ്റേറ്റഡ് ഇൻ ദ റൂൾസ്, അതാണ് റൂൾസ് എന്താ പറയുന്നത്, അതാണ് പരീക്ഷയ്ക്ക് പ്രാധാന്യം. അപ്പോഴേ ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് റൂൾസ് ഒന്ന് എഴുതിക്കോളൂ. അതായത് ഡേറ്റ് വെൻ ദീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ്, ചട്ടങ്ങൾ നിലവിൽ വന്ന തീയതിയാണ്. ദീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ്, ദീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ചട്ടങ്ങൾ നിലവിൽ വന്ന തീയതികളാണ് റൂൾ 1 പറയുന്നത്. എന്ന് മുതൽ ഈ ചട്ടങ്ങൾ ഓപ്പറേറ്റീവായി. നിലവിൽ വന്ന തീയതി, മലയാളം ചട്ടങ്ങൾ നിലവിൽ വന്ന തീയതികൾ, പ്രാബല്യത്തിൽ വന്ന തീയതികൾ എന്ന് മുതലാണ് ഈ ചട്ടങ്ങൾ കേരളത്തിൽ നടപ്പിലായത്, സംസ്ഥാന ജീവനക്കാർക്ക് ആപ്ലിക്കബിൾ ആക്കിയത്. ഡേറ്റ് വെൻ ദീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ്, ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന തീയതികളാണ് ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 12/11/1959 ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്തത് അല്ലേ. സംസ്ഥാനം രൂപീകൃതമായത് 1/11/1956. എന്നാൽ KSR നോട്ടിഫൈ ചെയ്തത് 12/11/1959. അപ്പോൾ ഈ 12/11/59 നോട്ടിഫൈ ചെയ്ത ചട്ടങ്ങൾ എന്നു മുതലാണ് ഓപ്പറേറ്റീവ് ആയത്, അല്ലെ നടപ്പിലായത് എന്നു മുതലാണ്. പാർട്ട് 1 and 2 റൂൾസ് ഇൻ പാർട്ട് 1 and 2, റൂൾസ് ഇൻ പാർട്ട് 1 and 2 ഫ്രം 1/11/1959. റൂൾസ് ഇൻ പാർട്ട് 1 and 2, റൂൾസ് ഇൻ അല്ല പാർട്ട് 1 and 2 എഴുതിയാൽ മതി. അതിന് ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് റൂൾസ് എന്ന് ഹെഡിങ് എഴുതിയിട്ടുണ്ടല്ലോ. ചട്ടങ്ങൾ നിലവിൽ വന്ന തീയതി പാർട്ട് 1 ഉം 2 1 നവംബർ 1959 ആണ്. 1/11/1959 മുതൽ പ്രാബല്യത്തിൽ വന്നു. പരീക്ഷാ ചോദ്യമാണ്. പാർട്ട് 1 പാർട്ട് 2 ചട്ടങ്ങൾ എന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു? 1 നവംബർ 1959. This is a previous question. പാർട്ട് 1 11 ചാപ്റ്റേഴ്സ്, 159 റൂൾസ് അല്ലേ, 159 റൂൾസ്. പാർട്ട് 2 TA റൂൾസ്, ദാറ്റ് ഈസ് 151 റൂൾസ്. യാത്രപ്പടി ചട്ടങ്ങളാണ് പാർട്ട് 2. അത് രണ്ടും നിലവിൽ വന്നത് 1/11/1959 മുതലാണ്. 1 നവംബർ 1959 ആണ്. എന്നാൽ പാർട്ട് 3 എന്താ പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റൂൾസ് ആണ്. അത് നിലവിൽ വന്നത് കുറച്ചുകൂടി മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ്, ഫ്രം ദ ഡേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. പാർട്ട് 3 ഫ്രം റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയാൻ മുൻകാല പ്രാബല്യമാണ്. പാർട്ട് 3 ഫ്രം 1 നവംബർ 1956. പാർട്ട് 3 റൂൾസ് എന്ന് നിലവിൽ വന്നു 1/11/56. അതും പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാർട്ട് 3 പെൻഷൻ റൂൾസ് എന്ന് മുതൽ നിലവിൽ വന്നു? 1/11/56 മുതലാണ്. അതിനും റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കൊടുത്തു. സംസ്ഥാന രൂപീകരണ തീയതി മുതലുള്ള പ്രാബല്യം കൊടുത്തു. റൈറ്റ്. അടുത്തത് ഈ പാർട്ട് 3 പെൻഷൻ റൂൾസ് പിന്നെ മോഡിഫൈ ചെയ്തു, അല്ലെ സിംപ്ലിഫൈ ചെയ്തു. അതായത് ഇപ്പോൾ നിലവിലുള്ള ബുക്കില്ലേ പാർട്ട് 3 പെൻഷൻ റൂൾസ്, വോളിയം 2, അതിലെ റൂൾസ് നിലവിൽ വന്നത് 14/11/66 മുതലാണ്. ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ റൂൾസ്, അതായത് 1/11/56 നിലവിൽ വന്ന ഈ പാർട്ട് 3 പെൻഷൻ റൂൾസ്, 1/11/56 നിലവിൽ വന്ന ഈ പാർട്ട് 3 പെൻഷൻ റൂൾസ് പിന്നീട് മോഡിഫൈ ചെയ്തു, അല്ലെ സിംപ്ലിഫൈ ചെയ്തു. അതാണ് ഇപ്പോൾ നിലവിലുള്ള പാർട്ട് 3 പെൻഷൻ റൂൾസ്. അത് 14/11/66 മുതലാണ് മോഡിഫൈ ചെയ്തത്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്,
ദ പെൻഷൻ റൂൾസ് നൗ ഇൻ ഫോഴ്സ്, അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് പെൻഷൻ റൂൾസ് ഓർ പെൻഷൻ റൂൾസ് നൗ ഇൻ ഫോഴ്സ്. പെൻഷൻ റൂൾസ് നൗ ഇൻ ഫോഴ്സ്, ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ റൂൾസ് എന്ന് മുതൽ നിലവിൽ വന്നു. നൗ ഇൻ ഫോഴ്സ്, ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ റൂൾസ്, ഇപ്പോൾ നിലവിലുള്ള പാർട്ട് 3 പെൻഷൻ റൂൾസ്. 1/11/56 നിലവിൽ വന്ന റൂൾസ് അല്ല, ഇപ്പോഴും കുറച്ച് മോഡിഫൈ ചെയ്തു. വലിയ വ്യത്യാസമില്ല, കുറച്ച് കാര്യങ്ങൾ മോഡിഫൈ ചെയ്തു. അപ്പൊ അത് ഏത് തീയതി മുതലാണ് ഓപ്പറേറ്റീവ് ആയത്? 14 നവംബർ 1966 മുതലാണ്. പരീക്ഷയ്ക്ക് പാർട്ട് 3 പെൻഷൻ റൂൾസ് എപ്പോൾ നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ മാത്രം ചോദിച്ചാൽ 1/11/56 എന്നാൽ സിംപ്ലിഫൈഡ് പെൻഷൻ റൂൾസ് എന്നോ അല്ല പെൻഷൻ റൂൾസ് നൗ ഇൻ ഫോഴ്സ്, ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ റൂൾസ് എന്നോ ചോദിച്ചാൽ 14 നവംബർ 1966 ആണ് ഉത്തരം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പാർട്ട് 1 2 ചട്ടങ്ങൾ 1/11/59, പാർട്ട് 3 1/11/56, അതുപോലെ തന്നെ പാർട്ട് 3 മോഡിഫൈഡ് റൂൾസ് 14/11/66. എന്നാൽ ഈ പാർട്ടൊന്നും ചോദിക്കുന്നില്ല. കേരള സർവീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ്, KSR എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കേരള സർവീസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയേണ്ടുന്നത് 1 നവംബർ 1959 തന്നെയാണ്. 1/11/1959 എന്ന് പറയണം കേട്ടോ. കാരണം ഈ പാർട്ട് 3 പെൻഷൻ റൂൾസിന് കുറച്ചുകൂടെ മുൻകാല പ്രാബല്യം കൊടുത്തു എന്നേ ഉള്ളൂ. സംസ്ഥാനം രൂപീകരിച്ച തീയതി മുതൽ ഓപ്പറേറ്റീവ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കേരള സർവീസ് റൂൾസ്, കേരള സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ ഏതാണ് ശരി ഉത്തരം? 1/11/1959 കേട്ടോ, ഓർത്തിരിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് പാർട്ട് 1ഉം 2ഉം നിലവിൽ വന്ന തീയതി തന്നെയാണ് KSR നിലവിൽ വന്നതായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ പിന്നീട് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കി. ഇറ്റ് ഈസ് അണ്ടർ NPS പ്രകാരം കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കി. അത് എന്നു മുതലാണ്? അതും പരീക്ഷയുടെ ചോദ്യമാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം ഇൻ കേരള കെയിം ഇൻ ടു ഫോഴ്സ്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പിലാക്കിയ തീയതി നാഷണൽ പെൻഷൻ സ്കീം പ്രകാരം 1 ഏപ്രിൽ 2013 ആണ് അല്ലേ. 1/4/2013 മുതലാണ് കേരളത്തിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പിലാക്കിയത്. ഇതെല്ലാം ചോദ്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 4 ചോദ്യങ്ങൾ, 1 2 3 4 5 ചോദ്യങ്ങൾ പരീക്ഷാ ചോദ്യങ്ങളാണ്. ഇതാണ് ഒരു ജിസ്റ്റ്. ഇനി നമുക്ക് ആ ടെക്സ്റ്റിൽ എങ്ങനെ പറഞ്ഞേക്ക് നോക്കാം. ടെക്സ്റ്റുള്ളൊരു ടെക്സ്റ്റ് എന്ന് എടുത്തോളൂ. ഞാനിപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒരു PDF ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും മൊബൈൽ ആപ്പിലും കിട്ടും കേട്ടോ. മൊബൈൽ ആപ്പിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. KSR പാർട്ട് 1 ചാപ്റ്റർ 1. നമ്മൾ ഈ ടെക്സ്റ്റിൽ, അതായത് ബുക്ക് പരീക്ഷകളിൽ കൊണ്ടുപോകാവുന്ന ബുക്കുകൾ കൂടുതൽ കാര്യങ്ങളും ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ KER ഇൻട്രൊഡക്ഷനൊക്കെ നോട്ട്സ് ആണ് ഫോളോ ചെയ്യുന്നത്. യെസ്, KSR ചില കാര്യങ്ങൾക്കൊക്കെ നോട്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ നോട്ട്സ് കിട്ടും. TIA റൂൾസ് നോട്ട്സാണ് ഫോളോ ചെയ്യുന്നത്. പാർട്ട് 2ലെ TIA റൂൾസ് കംപ്ലീറ്റ് നോട്ട്സ് ആണ്. ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്ത് പോകും. അതുപോലെ പെൻഷൻ റൂൾസ് പാർട്ട് 3 അത് നോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ടെക്സ്റ്റാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. പാർട്ട് 1 ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പ്, റൂൾസ് 1 മുതൽ 11 വരെ. റൂൾ 1ലെ സബ് റൂൾ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലോസ് 1 ദീസ് റൂൾസ് മേ ബി കോൾഡ് ദ കേരള സർവീസ് റൂൾസ്. ഈ ചട്ടങ്ങൾ കേരള സർവീസ് ചട്ടങ്ങളെന്ന് അറിയപ്പെടും, അല്ലെ വിളിക്കപ്പെടും. അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞ തീയതികളില്ലേ, KSRൽ ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പരീക്ഷാ പോയിന്റിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 3-4 തീയതി എഴുതി. ഇവിടെ 2 തീയതികളെ പറയുന്നുള്ളൂ. റൂൾ 1 താഴെയുള്ള സബ് റൂൾ 2ലാണ് പറയുന്നത് എന്ന് മുതൽ നിലവിൽ വന്നു. ദ റൂൾസ് ഇൻ പാർട്ട് 1, പാർട്ട് 1 ചട്ടങ്ങൾ. ദ റൂൾസ് ഇൻ പാർട്ട് 1, ദാറ്റ് ഈസ് പാർട്ട് 1 and 2, സോറി, ദ റൂൾസ് ഇൻ പാർട്ട് 1 and 2, പാർട്ട് 1ലെയും 2ലെയും ചട്ടങ്ങൾ ഷാൽ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ്, നടപ്പിൽ വന്നതായി കണക്കാക്കപ്പെടും ഫ്രം 1 നവംബർ 1959. പാർട്ട് 1ലെയും 2ലെയും ചട്ടങ്ങൾ നിലവിൽ വരുന്നത് 1/11/59 മുതലായിരിക്കും. ആൻഡ് ദോസ് ഇൻ പാർട്ട് 3, that means the rules in part 3, പാർട്ട് 3ലെ ചട്ടങ്ങൾ ഷാൽ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഫ്രം
1 November 1959. 1/11/1956 മുതൽ പാർട്ട് 3 റൂൾസ് നിലവിൽ വരുന്നു. 1/11/59 മുതലാണ് പാർട്ട് 1ഉം 2ഉം ചട്ടങ്ങൾ ഓപ്പറേറ്റീവ് ആകുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് റൂൾ 1 പറയുന്നത്. അടുത്ത റൂൾ 2 ഈ ചട്ടങ്ങൾ ആർക്കൊക്കെ ബാധകമാണെന്നാണ് പറയുന്നത്. ദീസ് റൂൾ ഷാൽ അപ്ലൈ ടു. ഈ ചട്ടങ്ങൾ ആർക്കൊക്കെയാണ് ബാധകം? അതൊന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വൈറ്റ് ബോർഡിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ റൂൾ വായിക്കാം. ഒരു സെക്കൻഡ്, ഒരു വൈറ്റ് പേപ്പർ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സെക്കൻഡ്, സൂമിന്റെ തന്നെ ബോർഡ് ഉണ്ടോ നോക്കട്ടെ. ചിലപ്പോൾ സൂമിന്റെ ബോർഡ് അത്ര ക്ലിയർ അല്ല. യെസ്, ഒരു സെക്കൻഡ്. യെസ്, സൂമിന്റെ വൈറ്റ് ബോർഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് റൂൾ 2 ആണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് എഴുതിക്കോളൂ. റൂൾ 2 ആപ്ലിക്കബിലിറ്റി ഓഫ് റൂൾസ് ആണ്. ഈ ചട്ടങ്ങൾ ബാധകമായിട്ടുള്ളവർ. ദീസ് റൂൾ ഷാൽ അപ്ലൈ ടു. ദീസ് റൂൾസ് ഷാൽ അപ്ലൈ ടു. ആർക്കൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ? ഇത് ആർക്കൊക്കെയാണ് ബാധകം? ചട്ടങ്ങൾ ബാധകമായിട്ടുള്ളവർ. ചട്ടങ്ങൾ ബാധകമായിട്ടുള്ളവർ ആർക്കൊക്കെയാണ് ഇത് ബാധകം? എല്ലാവർക്കും ഇത് ബാധകമാണോ? ഈ ചട്ടങ്ങൾ ആർക്കൊക്കെയാണ് ഓപ്പറേറ്റീവ്? സംസ്ഥാന സർവീസിൽ പല കപ്പാസിറ്റിയിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ജീവനക്കാരുണ്ട്, കണ്ടിൻജന്റ് ജീവനക്കാരുണ്ട്, വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ് ഉണ്ട്, ഡെയിലി വേ സ്റ്റാഫ് ഉണ്ട്, കോൺട്രാക്ട് സ്റ്റാഫ് ഉണ്ട്, അല്ലേ? പിന്നെ സ്പെഷ്യൽ റൂൾസ് പ്രകാരം നിയമിക്കപ്പെടുന്നവരുണ്ട്, ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഇതിൽ ആർക്കാണ് KSR ആപ്ലിക്കബിൾ? എല്ലാവർക്കും KSR ആപ്ലിക്കബിൾ ആണോ? KSR ആർക്കൊക്കെ ബാധകമാണ്? അതാണ് ഇവിടെ പറയുന്നത്. റൂള് 2 പറയുന്നത് KSR ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്നാണ്. അതിൽ ഒന്നാമതായി നമുക്ക് എഴുതാനുള്ളത് ഹോൾ ടൈം ഓഫീസേഴ്സിനാണ് ആപ്ലിക്കബിൾ. ദിസ് റൂൾ ഷാൽ അപ്ലൈ ടു എന്ന് എഴുതിയിട്ടില്ലേ? ഒന്ന്, ഹോൾ ടൈം ഓഫീസേഴ്സ് ഇൻ ഗവൺമെന്റ് സർവീസ്. ആർക്കാണ് ബാധകം? മുഴുവൻ സമയ ജീവനക്കാർക്കാണ്, അല്ലെ റെഗുലർ എംപ്ലോയീസ്. ഹോൾ ടൈം ഓഫീസേഴ്സ് അതായത് ഫുൾ ടൈം ഓഫീസേഴ്സ്, ഫുൾ ടൈം ഓഫീസേഴ്സ് അല്ലെങ്കിൽ റെഗുലർ എംപ്ലോയീസ്. റെഗുലർ എംപ്ലോയീസിനാണ്, റെഗുലർ സ്റ്റാഫിനാണ് KSR ആപ്ലിക്കബിൾ. KSR ആപ്ലിക്കബിൾ ആർക്കാണ്? ഹോൾ ടൈം ഓഫീസേഴ്സിനാണ്. പാർട്ട് ടൈം ജീവനക്കാർക്കൊന്നും ബാധകമല്ല. അതിൽ വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ജീവനക്കാരുണ്ട്. ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വളരെ കുറവാണ്. അതായത് വർക്ക് എക്സിക്യൂഷൻ, അതായത് കൂടുതൽ വർക്കൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ ആ വർക്കിന്റെ എക്സിക്യൂഷന് വേണ്ടി മാത്രമായിട്ട് വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടെമ്പററി സംവിധാനങ്ങളാണ്. ഈ വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫിനോ കണ്ടിജന്റ് സ്റ്റാഫിനോ പാർട്ട് ടൈം ജീവനക്കാർക്കോ അവർ മുഴുവൻ സമയ ജീവനക്കാരായിരുന്നാലും KSR ആപ്ലിക്കബിൾ അല്ല. അത് ഇപ്പോഴും എഴുതണ്ട, അത് നമുക്ക് റൂൾ 3 എഴുതാം. റൂൾ 3 ആർക്കൊക്കെ KSR ബാധകമല്ല എന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാണ് KSR ബാധകം? മുഴുവൻ സമയ ജീവനക്കാർക്കാണ്, അല്ല പാർട്ട് ടൈം ഓഫീസേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. പാർട്ട് ടൈം ജീവനക്കാർക്ക് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ കണ്ടിൻജന്റ് സ്റ്റാഫിന് ആപ്ലിക്കബിൾ അല്ല. എഴുതണ്ട ഇപ്പോഴും. വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫിന് ആപ്ലിക്കബിൾ അല്ല. അവരൊക്കെ ഒഴിച്ചിട്ടുള്ള മുഴുവൻ സമയ ജീവനക്കാർക്കാണ് KSR ആപ്ലിക്കബിൾ. ഇനി ആ മുഴുവൻ സമയ ജീവനക്കാർ ആരൊക്കെയാണെന്ന് റൂൾ 2 പറയുന്നുണ്ട്. അതായത് 3 പാർട്ടുകളും ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ? ഒന്ന്, ദോസ് ഹു എൻഡേഡ് സർവീസ് ഓണർ ആഫ്റ്റർ 1/11/56. ദോസ് ഹു എൻഡേഡ് സർവീസ്, ദോസ് ഹു എൻഡേഡ് സർവീസ് ഓൺ ഓർ ആഫ്റ്റർ 1/11/1956. 1/11/1956 മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്ക് KSRന്റെ 3 പാർട്ടുകളും ആപ്ലിക്കബിൾ ആണ്. അതിൽ ഒരു പാർട്ട് 1/11/56 മുതലും പാർട്ട് 3. മറ്റു പാർട്ടുകൾ അവർക്ക് 1/11/59 മുതലുമാണ് ആപ്ലിക്കബിൾ. കാര്യം നമുക്കറിയാമല്ലോ. അതായത് 1/11/56 മുതൽ സംസ്ഥാന സർവീസിൽ പുതുതായി പ്രവേശിച്ച ആളുകളില്ലേ, അവർക്കെല്ലാം KSRന്റെ 3 പാർട്ടുകളും ആപ്ലിക്കബിൾ ആണ്. പാർട്ട് 1 1/11/56 മുതലും പാർട്ട് 3 1/11/56 മുതലും പാർട്ട് 3 പാർട്ട് 1ഉം 2ഉം 1/11/59 മുതലുമാണ് ബാധകം. അങ്ങനെ എഴുതണമെന്നില്ല.
മുഴുവൻ സമയ ജീവനക്കാർ, അതായത് 1/11/56 അതിനുശേഷമോ സർവീസ് വന്ന എല്ലാ പുതിയ ജീവനക്കാർക്കും 1/11/56 മുതൽ സർവീസിൽ പ്രവേശിച്ചവർ എന്നെഴുതിയാൽ മതി. മലയാളം എഴുതുന്നവർ 1/11/56 മുതൽ സർവീസിൽ പുതുതായി പ്രവേശിച്ചവർ, അവർക്ക് KSR ആപ്ലിക്കബിൾ ആണ്. 3 പാർട്ടുകൾ. എന്നാൽ ഇനി ബിയിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെ പറയുന്നുണ്ട്. പഴയ ആളുകളില്ലേ, രണ്ടാമത്തെ ഒരു വിഭാഗം, ഒന്ന് മനസ്സിലാക്കിക്കോളൂ, അതിനുശേഷം എഴുതാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തു, 31/10/1956 വരെ തിരുവിതാംകൂർ കൊച്ചിൻ TC സ്റ്റേറ്റ് എന്ന് പറയും, മദ്രാസ് സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്തിരുന്ന ഓഫീസേഴ്സ്, ദോസ് ഹു വെയർ ഇൻ ദ സർവീസ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ മദ്രാസ്, ട്രാവൻകൂർ കൊച്ചിൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഓൺ 31/10/56, അവര് 1/11/56 മുതൽ ആരായി മാറി? ഫ്രം 1/11/56 മുതൽ അവർ ആരായി മാറി? സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ആയിട്ട് മാറി അല്ലേ. അതായത് സംസ്ഥാന ജീവനക്കാരെന്ന് പറഞ്ഞാൽ പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാരുണ്ട്, മദ്രാസ് സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ട്, അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷൻ എന്നൊക്കെ വന്നവരുണ്ട്. ഈ പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാർ, മദ്രാസ് സ്റ്റേറ്റിലെ ജീവനക്കാർ, ദോസ് ഹു ആർ ഇൻ ദ സർവീസ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഓർ മദ്രാസ് ഓൺ 31/10/56 and who continued to be in the service of the government of Kerala from 1/11/56. As far as they are concerned, Kerala service rules not made compulsory to them. 2 പാർട്ടുകൾ അവർക്ക് നിർബന്ധമാക്കിയില്ല, ഒരു പാർട്ട് നിർബന്ധമാക്കി. അതായത് ഈ പഴയ ആളുകൾക്ക് പാർട്ട് 1ഉം പാർട്ട് 3ഉം കമ്പൽസറി ആക്കിയില്ല. എഴുതാൻ വരട്ടെ. പകരം അവർക്ക് സർക്കാർ മറ്റൊരു ഫെസിലിറ്റി കൊടുത്തു, അവരോടൊക്കെ ഓപ്ഷൻ ഫെസിലിറ്റി കൊടുത്തു. ഓപ്ഷൻ ഫയൽ ചെയ്യാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ പഴയ ആളുകൾ തിരുവിതാംകൂർ കൊച്ചിൻ സർവീസിൽ ജോലി ചെയ്ത്, അല്ലെ മദ്രാസ് സർവീസിൽ ജോലി ചെയ്ത് 1/11/56 മുതൽ സംസ്ഥാന സർവീസ് തുറന്നവർക്ക് 2 പാർട്ടുകൾ നിർബന്ധമാക്കിയില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഓപ്ഷൻ ഫയൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓപ്റ്റ് ചെയ്തവർക്കാണ് ബാധകം. ഓപ്റ്റ് ചെയ്യാത്തവരുണ്ട്, അവർക്ക് ബാധകമല്ല. പക്ഷെ 2 പാർട്ടുകൾക്കേ ഉള്ളൂ ഓപ്ഷൻ. മലയാളം എഴുതുന്നവരൊന്ന് നോട്ട് ചെയ്തു. 31/10/56 വരെ തിരുവിതാംകൂർ കൊച്ചിൻ സർവീസിൽ മദ്രാസ് സർവീസിൽ ജോലി ചെയ്ത് സംസ്ഥാന സർവീസ് തുടർന്നവർ, പഴയ തിരുവിതാംകൂർ കൊച്ചിൻ മദ്രാസ് ജീവനക്കാർ, പഴയ തിരുവിതാംകൂർ കൊച്ചിൻ, അതായത് 31/10/56 വരെ TC മദ്രാസ് സ്റ്റേറ്റിൽ ജോലി ചെയ്തവർ 1/11/56 മുതൽ സംസ്ഥാന സർവീസിൽ തുടർന്നവർ, സ്റ്റേറ്റ് സർവീസിൽ തുടർന്നവർ, KSR ഓപ്റ്റ് ചെയ്തവർ, അവർക്കാണ് ബാധകം. KSR ഓപ്റ്റ് ചെയ്തവർ, ബ്രാക്കറ്റിൽ എഴുതാം ഏതൊക്കെ പാർട്ടാണെന്ന്. KSR ഓപ്റ്റ് ചെയ്തവർ, ഇംഗ്ലീഷ് എഴുതാം. അതായത് ഇവർക്കാണ് KSR ആപ്ലിക്കബിൾ. നമ്മൾ റൂൾ 2 എന്താ ഡിസ്കസ് ചെയ്യുന്നത്? KSR ആർക്കൊക്കെയാണ് ബാധകം? 1/11/56 മുതൽ പുതുതായി, എന്നാൽ പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാര്, മദ്രാസ് സ്റ്റേറ്റ് ജീവനക്കാർ, സംസ്ഥാന സർവീസ് 31/10/56 വരെ അവിടെയൊക്കെ ജോലി ചെയ്തിരുന്നവർ, 1/11/56 മുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസസ് കണ്ടിന്യൂ ചെയ്തവർ, അവർ KSR ഓപ്റ്റ് ചെയ്തവർക്ക് മാത്രമാണ് KSR ആപ്ലിക്കബിൾ, അല്ലാത്തവർക്ക് ബാധകമല്ല. പക്ഷെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിക്കോ, ഓപ്ഷൻ വാസ് ഗിവൺ, ഓപ്ഷൻ 4, ഓപ്ഷൻ വാസ് ഗിവൺ. ഓപ്ഷൻ പാർട്ട് 1നും 3നും മാത്രം, ഓപ്ഷൻ ഗിവൺ ഫോർ പാർട്ട് 1 and 3 റൂൾസ് ഓൺലി. ഓപ്ഷൻ പാർട്ട് 1നും 3നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോ ഓപ്ഷൻ പാർട്ട് 2 tier റൂൾസ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പാർട്ട് 2 tier റൂൾസ്, മലയാളം എഴുതുന്നവർക്ക് വേണ്ടിയാണ്. പാർട്ട് 2 tier റൂൾസ്, പാർട്ട് 2ലെ യാത്രപ്പടിച്ചട്ടങ്ങൾക്ക് പാർട്ട് 2 tier റൂൾസ്. ഫോർ പാർട്ട് 2 tier റൂൾസ് നോ ഓപ്ഷൻ വാസ് ഗിവൺ, ദർ വാസ് നോ ഓപ്ഷൻ. ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർട്ട് 2 tier റൂൾസിന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പാർട്ട് 2 tier റൂൾസ് ആപ്ലിക്കബിൾ ആണ് അവർക്ക്. പാർട്ട് 2 tier റൂൾസ് ആപ്ലിക്കബിൾ. പാർട്ട് 2 tier റൂൾസ് ഒന്ന് എഴുതിക്കോളൂ. പാർട്ട് 2 tier റൂൾസ് ആപ്ലിക്കബിൾ. Those who opted to KSR and not opted to KSR. Those who opted to KSR
ഓപ്റ്റഡ് ആൻഡ് നോട്ട് ഓപ്റ്റഡ്. KSR ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും tier rules ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ ടിക്ക് ഓപ്ഷൻ കൊടുത്തില്ല. ഏതൊക്കെ പാർട്ടിനാണ് ഓപ്ഷൻ കൊടുത്തത്? പാർട്ട് 1-നും 3-നും മാത്രമാണ്. യാത്രപ്പടി ചട്ടങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തില്ല. അതായത് പഴയ ആളുകൾ കുറച്ചുപേർ KSR ഓപ്റ്റ് ചെയ്തു, 2 പാർട്ടുകൾ. അപ്പോൾ ഓപ്റ്റ് ചെയ്യാത്തവർക്ക് KSR ബാധകമല്ല, പാർട്ട് 1-ഉം 3-ഉം ബാധകമല്ല. അവർക്ക് അവരുടെ പഴയ TC മദ്രാസ് റൂൾസ് ഒക്കെയാണ്. എന്നാൽ അവർക്കും പാർട്ട് 2 യാത്രപ്പടി ചട്ടങ്ങൾ ബാധകമാണ്. ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും പാർട്ട് 2 tier rules ആപ്ലിക്കബിൾ ആണ്. കാരണം ഓപ്ഷൻ കൊടുത്തില്ല. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, those who were in the service of in the service of TC or Madras on 31/10/1956 and continued to state government service and not opted to KSR, not opted to be governed by these rules, not opted to be governed. ഈ ചട്ടങ്ങൾ പ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാൻ താല്പര്യപ്പെടാത്തവർ, not opted to be, opted to be governed by these rules, not അല്ല, opted to be governed by these rules. ഈ ചട്ടങ്ങൾ പ്രകാരം ആനുകൂല്യങ്ങൾ തീരുമാനിക്കാൻ താല്പര്യപ്പെട്ടവർ, പഴയ തിരുവിതാംകൂർ കൊച്ചിൻ സർവീസ് ജീവനക്കാർ, KSR ഓപ്റ്റ് ചെയ്തവർ, അവർക്കാണ് KSR ബാധകം. Those who were in the service of TC or Madras on 31/10/56 and continued state government service and opted to be governed by these rules. അങ്ങനെ ഓപ്റ്റ് ചെയ്തവർക്കാണ് ബാധകം. പഴയ ആളുകൾക്കാണ് ഓപ്ഷൻ ഫെസിലിറ്റി കൊടുത്തത് കേട്ടോ. പുതിയതായിട്ട് 1/11/56 മുതൽ സർവീസിൽ വന്നവർക്ക് അങ്ങനൊന്നും ഒരു പരിഗണനയില്ല. പഴയ TC സ്റ്റേറ്റ് ജീവനക്കാർ, ട്രാവൻകൂർ കൊച്ചിൻ ജീവനക്കാർ, മദ്രാസ് സ്റ്റേറ്റ് ജീവനക്കാർ, TC or മദ്രാസ് സ്റ്റേറ്റിലാണ്, അവർക്കാണ് കൊടുത്തത് ഓപ്ഷൻ. അപ്പൊ ബ്രാക്കറ്റിൽ ഒന്നുകൂടെ എഴുതിക്കോളൂ. ഓപ്ഷൻ വാസ് ഗിവൺ ഫോർ പാർട്ട് 1 ആൻഡ് 3 rules only. പാർട്ട് 1-നും 3-നും മാത്രമാണ് ഓപ്ഷൻ കൊടുത്തത്, വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പാർട്ട് നോ ഓപ്ഷൻ ഫോർ പാർട്ട് 2 tier rules. പാർട്ട് 2-ലെ യാത്രപ്പടി ചട്ടങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നോ ഓപ്ഷൻ ഫോർ പാർട്ട് 2 tier rules. അതായത് പഴയ ആളുകൾക്ക് 2 പാർട്ടുകൾക്ക് ഓപ്ഷൻ കൊടുത്തു, യാത്രപ്പടിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? tier rules applicable to those who have opted to KSR and not opted to KSR. tier rules applicable tier rules ബാധകമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് അത്. To those opted and not opted to KSR. കേട്ടോ, KSR ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും യാത്രപ്പടി ചട്ടങ്ങൾ ബാധകമാണ്. With regard to tier rules, no option was given. യാത്രപ്പടി ചട്ടങ്ങളെ സംബന്ധിച്ചിട്ട് ഓപ്ഷൻ കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് പ്രകാരം പിന്നെ TA വാങ്ങാൻ പറ്റും. പുതിയ ചട്ടങ്ങൾ പ്രകാരം TA കിട്ടത്തുള്ളൂ. ബാക്കി ലീവും മറ്റാനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ ഓപ്റ്റ് ചെയ്യാത്തവർക്ക് പഴയ റൂൾസാണ്, ഓപ്റ്റ് ചെയ്തവർക്ക് KSR ആണ്. ചുരുക്കി പറഞ്ഞാൽ 31/10/56 വരെ തിരുവിതാംകൂറും കൊച്ചിയിലും എഴുതേണ്ടത് 1956 വരെ തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ ജോലി ചെയ്ത് മദ്രാസ് സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്ത് 1/11/56 മുതൽ സംസ്ഥാന സർവീസ് തുറന്നവരുടെ കേസിൽ അവർ 2ആയി മാറി. ഒരു വിഭാഗം KSR സ്വീകരിച്ചു, 1-ഉം 3-ഉം പാർട്ടുകൾ സ്വീകരിച്ചു അവർ. അപ്പൊ tier rules അവർക്ക് അങ്ങ് ആപ്ലിക്കബിൾ ആണല്ലോ അല്ലെങ്കിൽ തന്നെ. പിന്നെ മറ്റൊരു വിഭാഗം KSR ഓപ്റ്റ് ചെയ്തില്ല. അപ്പൊ അവർക്ക് അവരുടെ പഴയ തിരുവിതാംകൂർ കൊച്ചിൻ സർവീസ് റൂൾസ്, എന്നാൽ അവർക്കും
നമ്മുടെ പുതിയ റൂൾസ് അവർക്കും ബാധകമാക്കി. ഇതുകൂടാതെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ കൂടിയുണ്ട്. അത് സി എന്ന് വേണം നമുക്ക് പറയാം. അതായത് കുറച്ചു പേരെ ഇങ്ങോട്ട് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അബ്സോർബ് ചെയ്തു. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ ഒക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ കുറച്ച് പേരെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തു. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അബ്സോർബ് ചെയ്തവർ, കേസർ ഓപ്റ്റ് ചെയ്തവർ, അവർക്കും ഓപ്ഷൻ കൊടുത്തു. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അബ്സോർബ് ചെയ്തവർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർവീസിലേക്ക് നിയമിക്കപ്പെട്ടവർ 1/11/56 മുതൽ 1/11/56 മുതൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ബ്രാക്കറ്റ് കമ്പനി, കോർപ്പറേഷൻ എക്സെട്ര സംസ്ഥാന സർവീസിൽ നിയമിക്കപ്പെട്ടവർ, കേസർ ഓപ്റ്റ് ചെയ്തവർ 1/11/56 അതിന് ശേഷമോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നിയമിക്കപ്പെട്ടവർ, കേസർ ഓപ്റ്റ് ചെയ്തവർ, അവർക്ക് ഓപ്ഷൻ ഫെസിലിറ്റി കൊടുത്തു. കുറച്ചു പേരെ സംസ്ഥാന സർവീസിലേക്ക് അബ്സോർബ് ചെയ്യുകയുണ്ടായി. ഇംഗ്ലീഷ് എഴുതാം. കുറച്ചു പേരെ സംസ്ഥാന സർവീസിലേക്ക് അബ്സോർബ് ചെയ്തു. അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെട്ടവർ കേസർ ഓപ്റ്റ് ചെയ്യാൻ പറഞ്ഞു, താല്പര്യമുള്ളവർ. അപ്പോഴ് സി ആയിട്ട് നമുക്ക് എഴുതാം. ദോസ് വെർ അബ്സോർബ്ഡ്, ദോസ് വെർ അബ്സോർബ്ഡ് ഫ്രം ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്വാസി ഗവൺമെന്റ് അറിയാമല്ലോ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളാണ്. ക്വാസി ഗവൺമെന്റ്, QUASI, ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, INSTITUTIONS, and opted to KSR. Those who are absorbed from quasi government institutions and opted to KSR, അവർക്കും KSR ഓപ്റ്റ് ചെയ്തവർക്കാണ്. മേൽപ്പറഞ്ഞ കണ്ടീഷൻസ് അവർക്കും ബാധകമാണ്. പാർട്ട് 1-നും 3-നും മാത്രം ഓപ്ഷൻ കൊടുത്തത്. ഇവർക്കും പാർട്ട് 2 tier റൂൾസ് ബാധകമാണ് കേട്ടോ. കണ്ടീഷൻസ് ആപ്ലിക്കബിൾ, ദ അബോവ് കണ്ടീഷൻസ് ആപ്ലിക്കബിൾ. മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് അവർക്ക് ബാധകമാണ്. ഇത്രയുമാണ് കേസറോ ബാധകമായിട്ടുള്ളവർ. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ പല പൊതുമേഖലാ, പലതല്ല മിക്ക എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും, അതുപോലെ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് സ്റ്റാഫ്, എയ്ഡഡ് കോളേജ് ടീച്ചേഴ്സ് സ്റ്റാഫിനെല്ലാം കേസർ ആപ്ലിക്കബിൾ ആണ് അല്ലേ. എയ്ഡഡ് സ്കൂളിലെയും കോളേജിലെയും ടീച്ചേഴ്സിനും സ്റ്റാഫിനും കേസർ ആപ്ലിക്കബിൾ ആണ്. അത് ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ അത് ഗവൺമെന്റ് ഓർഡേഴ്സ് ആണ്. അത് എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനും സ്റ്റാഫിനും KSR ബാധകമാണെന്നുള്ളത് ഗവൺമെന്റ് ഓർഡേഴ്സ് ആണ്. എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ്, ബിവറേജ് കോർപ്പറേഷൻ അവരും KSR ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് KSR ആർക്കൊക്കെ ബാധകമാണെന്ന് ചോദിച്ചാൽ എയ്ഡഡ് സ്കൂളിലെ വേണേൽ പറയാം. എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനും സ്റ്റാഫിനും KSR ആപ്ലിക്കബിൾ ആണ്, സർക്കാർ ഓർഡേഴ്സ് ഉണ്ട്. പക്ഷെ ബാക്കി എന്ന് പറയാൻ നമ്മൾ ഈ എഴുതിയവരാണ്. ഇപ്പൊ KSEBക്ക് KSR ആപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം അത് KSR പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിക്കത്തതുമില്ല. KSEB ആയാലും KSFE പോലും KSR സ്വീകരിച്ചിട്ടുണ്ട്. KSFE, KSEB, KSRTC, ബിവറേജസ്, സിവിൽ സപ്ലൈസ്, സർക്കാരിന്റെ മിക്ക സ്ഥാപനങ്ങളും, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെയും KSR സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ചോദിക്കത്തില്ല കേട്ടോ. നമുക്ക് ആർക്കൊക്കെയാണ് KSR ബാധകം എന്നുള്ളതാണ് മുകളിൽ നമ്മളിപ്പോൾ എഴുതിയത്. ഇത് ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞൊക്കെ നോക്കാം. ടെക്സ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ടെക്സ്റ്റ് പേജ് നമ്പർ 2 ആണ്. മുമ്പേ ഷെയർ ചെയ്ത ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. ടെക്സ്റ്റുള്ളൊരു ടെക്സ്റ്റ് നോക്കിക്കോളൂ. ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ടെക്സ്റ്റിൽ. വായിക്കാം. റൂൾ 2, റൂൾ 2-ലാണ് ഈ ചട്ടങ്ങൾ ആർക്കൊക്കെ ബാധകമാണെന്ന് പറയുന്നത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് റൂൾ 3, റൂൾ 3-ലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട്. ദ റൂൾസ് ഇൻ പാർട്ട് 2, ഇവിടെ 2ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദ റൂൾസ് ഇൻ പാർട്ട് 2 റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ് ഷാൽ അപ്ലൈ ടു, അതായത് പാർട്ട് 2 യാത്രപ്പടി ചട്ടങ്ങൾ. ദ റൂൾസ് ഇൻ പാർട്ട് 2 റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസസ് ഷാൽ അപ്ലൈ ടു, ബാധകമാക്കണം, ബാധകമാണ്. എവരി പേഴ്സൺ ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്, സർക്കാരിലെ മുഴുവൻ സമയ ജീവനക്കാരായിട്ടുള്ള ഓരോ വ്യക്തിക്കും ബാധകമാണ് യാത്രപ്പടി ചട്ടങ്ങൾ. നമ്മൾ കോമൺ ആയിട്ട് പാർട്ട് 1, 2, 3 ഹോൾ ടൈം എംപ്ലോയീസിന് ബാധകമാണെന്ന് എഴുതിയിട്ടുള്ളത്. ഇവിടെ താഴെ പറയുന്നുണ്ടത്, ഇവിടെ 2ആയിട്ടാണ് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ tier റൂൾസ് ആർക്കാണ് ബാധകം? ഹോൾ ടൈം എംപ്ലോയീസിനാണ്. അതർ ദാൻ എ പേഴ്സൺ സോ എംപ്ലോയിഡ് ഇൻ ദ കണ്ടിൻജന്റ് ഓർ വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ്, കണ്ടിൻജന്റിലും വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റിലും ഒഴികെയുള്ള മുഴുവൻ സമയ ജീവനക്കാർ.
ഇപ്പൊ കണ്ടിജന്റ് ജീവനക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാർ, പാർട്ട് ടൈം മീനിയൽ, ഫുൾ ടൈം മീനിയൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ സ്കൂളിലൊക്കെ, അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പാർട്ട് ടൈം കണ്ടിജന്റ് ഓഫീസർ, അതിൽ ഫുൾ ടൈം കണ്ടിജന്റ് ഓഫീസർ, അവർ ഫുൾ ടൈം ആയാൽ പോലും KSR ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഫുൾ ടൈം കണ്ടിജന്റ് എംപ്ലോയീസിന് ബാധകമാണ്, പക്ഷേ കണ്ടിജന്റ് ഓഫീസേഴ്സിന് KSR ആപ്ലിക്കബിൾ അല്ല. കണ്ടിജൻസി ഫണ്ടിൽ നിന്നൊക്കെ ശമ്പളം വാങ്ങുന്നവരാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി പിന്നീട് പഠിക്കാനുണ്ട്. പിന്നെ വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫിനും KSR ആപ്ലിക്കബിൾ അല്ല. ഇപ്പോഴത് എഴുതണ്ട, നമുക്ക് റൂൾ 3 എഴുതാം. അടുത്തത് റിമൈനിങ് റൂൾസ്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ട് 2 റൂൾസിനെ കുറിച്ചാണ്. പാർട്ട് 2 ടിയർ റൂൾസ് അല്ലേ. ദ റിമൈനിങ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഏത് റൂൾസ് ആണ്? ബാക്കി ഏത് റൂൾസ് ആണ്? പാർട്ട് 1ലെയും 3ലെയും റൂൾസ്, ശേഷിക്കുന്ന ചട്ടങ്ങളും. ദ റിമൈനിങ് റൂൾസ്, അതായത് പാർട്ട് 1ഉം 3ഉം ഷാൽ അപ്ലൈ ടു എവരി പേഴ്സൺ ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. ശേഷിക്കുന്ന ചട്ടങ്ങളും മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ബാധകം. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, താഴെ പറയുന്ന ആർക്കാണ് KSR ആപ്ലിക്കബിൾ? എ, കണ്ടിൻജന്റ് എംപ്ലോയീസ്, കണ്ടിൻജന്റ് എംപ്ലോയീസ്. ബി, വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ്. എഴുതണ്ട ചോദ്യം, വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ്. സി, ഡെയിലി വേജസ് സ്റ്റാഫ്, ദിവസവേതനക്കാർ. ഡി, ഹോൾ ടൈം ഓഫീസേഴ്സ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഡി എന്താണ്? ഹോൾ ടൈം ഓഫീസേഴ്സ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഇതിൽ ആർക്കാണ് KSR ബാധകം? കണ്ടിജന്റ് ജീവനക്കാർക്ക് ബാധകമല്ല. ദിസ് ഇസ് എ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ. വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫിന് ബാധകമല്ല. ഡെയിലി വേജ് സ്റ്റാഫിന് KSR ആപ്ലിക്കബിൾ അല്ല. പിന്നെയോ മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ഈ 3 ചട്ടങ്ങളും ബാധകം, 3 പാർട്ടിലും കേട്ടോ. അപ്പൊ ഇതാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ മുഴുവൻ സമയ ജീവനക്കാർ? നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, പുതുതായി സർവീസിൽ വന്നവർ. ഇവിടെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. എവരി പേഴ്സൺ ആയതുകൊണ്ട് ഹുവാസ ചേർത്തിരിക്കുന്നത്. എവരി പേഴ്സൺ അല്ലേ മുകളിൽ പറഞ്ഞത്. എവരി പേഴ്സൺ ഹു വാസ് നോട്ട് ഇൻ ദ സർവീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഓർ ദ ഗവൺമെന്റ് ഓഫ് മദ്രാസ് ഓൺ 31 ഒക്ടോബർ 1956 എന്ന് പറഞ്ഞാൽ ദോസ് ഹു എൻഡേഡ് സർവീസ് ഓണർ ആഫ്റ്റർ 1/11/56. ആരൊക്കെയാണ് ആ മുഴുവൻ സമയ ജീവനക്കാർ? 1/11/56 മുതൽ പുതുതായി സർവീസിൽ വന്നവർ. നമ്മൾ ആ പോയിന്റ് എഴുതിയിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 31/10/56 വരെ തിരുവിതാംകൂർ കൊച്ചിയിലോ മദ്രാസ് സർവീസിലോ ഇല്ലാതിരുന്ന ഓരോ വ്യക്തിയും എന്ന് പറഞ്ഞാൽ പുതുതായി സർവീസിൽ വന്നവർ. ഓക്കെ. അടുത്തത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ ആളുകൾ, തിരുവിതാംകൂർ കൊച്ചി സ്റ്റേറ്റ് ജീവനക്കാർ, മദ്രാസ് സ്റ്റേറ്റ് ജീവനക്കാർ, 1/11/56 മുതൽ സംസ്ഥാന സർവീസ് തുറന്നവർ, KSR ഓപ്റ്റ് ചെയ്തവർ. എവരി പേഴ്സൺ ഹു വാസ് ഇൻ ദ സർവീസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഓർ ദ ഗവൺമെന്റ് ഓഫ് മദ്രാസ് ഓൺ 31 ഒക്ടോബർ 1956. 1/11/56 വരെ തിരുവിതാംകൂർ കൊച്ചിൻ സർവീസിലോ മദ്രാസ് സർവീസിലോ ജോലി ചെയ്ത ഓരോ വ്യക്തിയും ആൻഡ് ഹൂ കണ്ടിന്യൂഡ് ടു ബി ഇൻ ദ സർവീസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള. 1/11/56 മുതൽ അങ്ങനെയുള്ള വ്യക്തി സംസ്ഥാന സർവീസ് തുറന്ന വ്യക്തി, ബട്ട് ഹാസ് ഓപ്റ്റഡ് ടു ബി ഗവേൺഡ് ബൈ ദീസ് റൂൾസ് ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി ലേഡ് ഡൗൺ ബൈ ദ ഗവൺമെന്റ്. അതായത് സർക്കാർ പറഞ്ഞിട്ടുള്ള ചില വ്യവസ്ഥകൾക്ക് വിധേയമായി KSR ഓപ്റ്റ് ചെയ്തവർ. അത് എന്തൊക്കെ വ്യവസ്ഥകളാണെന്ന് ഇവിടെ പറയുന്നില്ല. ആ വ്യവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. ഈ ഓപ്ഷന് ഏതൊക്കെ പാർട്ടിനാണ് കൊടുത്തത്? പാർട്ട് 1നും 3നും മാത്രമാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ട് 2ന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ടിയർ റൂൾസിന് ഇവർക്ക് പാർട്ട് 2 കമ്പൽസറി ആണ്. പാർട്ട് 1നും 3നും മാത്രമാണ് ഓപ്ഷൻ കൊടുത്തത്. അതാണ് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്. അടുത്തത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യപ്പെട്ടവർ. എവരി പേഴ്സൺ ഹു വാസ് അബ്സോർബ്ഡ് ടു ഗവൺമെന്റ് സർവീസ് ഓണർ ആഫ്റ്റർ 1 നവംബർ 1956. 1/11/56 അതിന് ശേഷമോ സംസ്ഥാന സർവീസിലേക്ക് എടുക്കപ്പെട്ടവർ, നിയമിക്കപ്പെട്ടവർ. ബട്ട് അതിന് മുമ്പ് ഹു പ്രയർ ടു സച്ച് ഡേറ്റ്, ഈ തീയതിക്ക് മുമ്പ് വാസ് ഇൻ ദ സർവീസ് ഓഫ് എനി ക്വാസി ഗവൺമെന്റ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനു മുമ്പ് ഏതെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ആർ അബ്സോർബ്ഡ് ഫ്രം ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അങ്ങനെയുള്ളവരുടെ നിയമനം, അപ്പോയിന്റ്മെന്റ് and conditions of service were governed by any law or rule made under any law for the time being in force. അതായത് ഈ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ അവരുടെ നിയമനവും സേവന വ്യവസ്ഥകളൊക്കെ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചട്ടങ്ങൾ പ്രകാരമോ ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തി, ഈ സച്ച് പേഴ്സൺ
exercise its option to be governed by these rules subject to conditions as may be laid down by the government. ചുരുക്കി പറഞ്ഞാൽ 1/1256 മുതൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ അബ്സോർബ് ചെയ്യപ്പെട്ടവർ KSR ഓപ്റ്റ് ചെയ്തവർ. അതാണ് പോയിന്റ്. എവരി പേഴ്സൺ who was absorbed to government service from quasi-government institutions and opted to be governed by these rules. നമ്മൾ എഴുതിയ പോയിന്റ് അല്ലേ, അതാണ്. ഇത്രയുമാണ് ആപ്ലിക്കബിൾ. ഇതിന്റെ താഴെ ഇനി ഒരു റൂളിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നു. നമ്മളിപ്പോൾ KSRൽ പാർട്ട് 1 എത്ര റൂൾസ് ഉണ്ടെന്നാ പറഞ്ഞേ? 159 അല്ലേ? പാർട്ട് 2 116 റൂൾസ്, പാർട്ട് 3 151 റൂൾസ്, ടോട്ടൽ 426. ഇന്ത്യൻ ഭരണഘടന പോലെ തന്നെയാണ്. ലാസ്റ്റ് റൂൾ ഇപ്പോഴും 159 തന്നെ KSR. ഭരണഘടന 395 ലാസ്റ്റ് റൂള്, ലാസ്റ്റ് ആർട്ടിക്കിൾ. ഇവിടെയും പാർട്ട് 1 അവസാനത്തെ റൂൾ 159, പാർട്ട് 2 അവസാനത്തെ റൂൾ 116 തന്നെയാണ്. പാർട്ട് 3 ലാസ്റ്റ് റൂൾ 151 ഇപ്പോഴും, യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്രയും അല്ല. കാരണം പല ചട്ടങ്ങളും ABC എന്ന് പറഞ്ഞൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പൊ 101 ABC ഒക്കെ ഉണ്ട്, 28 A ഉണ്ട്, 28 ഉണ്ട്, 28A ഉണ്ട്, 37 Aയും Bയും ഉണ്ട്. അങ്ങനെ ധാരാളം ചട്ടങ്ങൾക്ക് വീണ്ടും അമെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് പാർട്ട് 1 എത്ര ചട്ടം ഉണ്ടെന്ന് ചോദിച്ചാൽ 159, പാർട്ട് 2 116, പാർട്ട് 3 151. ടോട്ടൽ എത്ര ചട്ടം ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല കേട്ടോ. കാര്യം ആ ചോദ്യം അത്ര ശരിയാകത്തില്ല, അതുകൊണ്ടായിരിക്കാം. ഇനി അതിനെല്ലാം പുറമെ, ഈ ചട്ടങ്ങൾക്ക് പുറമെ മറ്റ് പല ചട്ടങ്ങളും ഒരു പ്രിൻസിപ്പൽ, ഒരു മുഖ്യ ചട്ടം അല്ലാതെ റൂളിംഗ് എന്നുള്ള പേരിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിസിഷൻ, സർക്കാർ തീരുമാനം, DCI, SION, കോമൺ ഡിസിഷൻ അല്ലെങ്കിൽ നോട്ട് എന്ന പേരിൽ ധാരാളം ചട്ടങ്ങൾ, ആയിരക്കണക്കിന് കാണും. എല്ലാം കൂടെ നോക്കിയാൽ 1000 കൂടുതൽ കാണും. ഈ 3 പാർട്ടിലൂടെ നിയർലി 1000 എങ്കിലും കണ്ടേക്കാം, 500 കുറയത്തില്ല എന്തായാലും. റൂളിംഗ്, ഗവൺമെന്റ് ഡിസിഷൻ, നോട്ട് എന്ന പേരിൽ ധാരാളം ചട്ടങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. സർവീസിൽ ഈ ഗവൺമെന്റ് ഡിസിഷൻ വളരെ പ്രധാനപ്പെട്ടതാ. പലർക്കും, എല്ലാവർക്കും തന്നെ പ്രധാനപ്പെട്ടതാ ഗവൺമെന്റ് ഡിസിഷൻ, ഈ നോട്ട്, റൂളിംഗ് ഒക്കെ. സർക്കാരിന്റെ ഉത്തരവ്, സർക്കാർ തീരുമാനം, സർക്കാരിന്റെ കുറിപ്പ്, ഗവൺമെന്റ് ഡിസിഷൻ, സർക്കാർ തീരുമാനം, ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺസിക്യൂട്ടീവ് നമ്പർ അല്ല, 1, 2, 3 അങ്ങനെ പോവല്ല. മറിച്ച് ഏതെങ്കിലും ഒരു റൂളിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്താൻ, അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാൻ അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്താൻ, അതിന് താഴെ ഒരു റൂളിങ്ങോ അല്ലെ ഒരു നോട്ടോ ഒരു ഗവൺമെന്റ് ഡിസിഷനോ കാണും. ചിലപ്പോഴ് പല ചട്ടങ്ങളുടെയും താഴെ ഒന്നിലധികം റൂളിങ്, 10 റൂളിങ്, 10 നോട്ട്, 10 ഗവൺമെന്റ് ഡിസിഷൻസ് ഒക്കെ ഉള്ള ചട്ടങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ 1, 2 എന്ന് കാണും. അതായത് ഇത് ഇൻഡിപെൻഡന്റ് അല്ല ഈ റൂളിംഗ് നോട്ടൊന്നും. ഈ റൂളിംഗ് നോട്ടൊക്കെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന റൂളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വായിക്കുന്നത്, ഇപ്പൊ റൂൾ 28ന്റെ താഴെ ഒരു റൂളിംഗ് ഉണ്ടെങ്കിൽ, ഒന്നിലധികം റൂളിംഗ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അപ്പോൾ റൂളിംഗ് 1 ബിലോ റൂൾ, അല്ല റൂളിംഗ് 2, റൂളിംഗ് 3 എന്നാ വായിക്കുന്നത്. അതുപോലെ നോട്ടും അങ്ങനെയാണ്, നോട്ട് ബിലോ റൂൾ, ഗവൺമെന്റ് ഡിസിഷൻ ബിലോ റൂൾ അങ്ങനെ പറയുന്നത്, ബിലോ റൂൾ എന്നാ പറയുന്നത് കേട്ടോ. ചട്ടത്തിന് താഴെയുള്ള റൂളിംഗ് GD, നോട്ട് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇതൊരു റൂളിംഗ് ആണ്. ഇത് റൂൾ 2ന്റെ താഴെയുള്ള റൂളിംഗ് ആണ്. റൂളിംഗ് ബിലോ റൂൾ 2 ആണ്. റൂളിംഗ് ബിലോ റൂൾ 2 ആണ്. ടെക്സ്റ്റില് പേജ് നമ്പർ 3 അത് കഴിഞ്ഞാൽ റൂൾ 3. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റാ. നമ്മളിത് എക്സാം പോയിന്റിലാണ് ഈ പറയുന്നതെല്ലാം. ഇവിടെയും ഈ റൂളിംഗ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ റൂൾ 2 എന്താ പറഞ്ഞത്? അതായത് റൂൾ 2 എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? KSR ആർക്കൊക്കെ ബാധകമാണ്. ഇതിലും ഈ റൂളിങ്ങിലും KSR ബാധകമായിട്ടുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പുസ്തകം ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചട്ടം ഏതാണ്? KSR അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സർക്കാർ ജീവനക്കാർക്ക് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചട്ടമാണ് KS and SSR. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? പരീക്ഷയുടെ ചോദ്യമാണ്. ഇതിന്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്നാണ്. ഇതിന്റെ ഫുൾ ഫോം എന്താണ്?
KSR ഫുൾ ഫോം the Kerala state and subordinate service rules. ഒന്ന് എഴുതിക്കോളൂ. അതായത് KSR, KS and SSR. എല്ലാവർക്കും അറിയാമല്ലോ ഇത്, ഈ ബുക്കിനെ കുറിച്ച്. നമ്മുടെ നിയമന ഉത്തരവിൽ തന്നെ KSR റീഡ് ചെയ്തിട്ടുണ്ടാവും. ഫുൾ ഫോം the Kerala state KS and SS subordinate സർവീസ് റൂൾസ് 1958 ചട്ടമാണ്. KSR 1959. അതിനു മുമ്പ് തന്നെ KSR ഇഷ്യൂ ചെയ്തു. നിയമനം, ജീവനക്കാരുടെ നിയമനം, അതുപോലെ സീനിയോറിറ്റി, പ്രൊബേഷൻ ഡിക്ലറേഷൻ, പ്രൊമോഷൻ, റിസർവേഷൻ, പ്രൊമോഷൻ റിലിങ്ക്വിഷ്മെന്റ്, ഇതെല്ലാം പറയുന്നത്, അപ്പോയിന്റ്മെന്റ്, ഇതെല്ലാം പറയുന്നത് KSR അല്ലേ? ഇതിന് തന്നെ 2 പാർട്ടുകളുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് KSR വിശദമായൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇതിന് 2 പാർട്ടുണ്ട്. ഈ KSR പാർട്ട് 1 എന്നും പറഞ്ഞുണ്ട്, പാർട്ട് 2 ഉണ്ട്. ഈ പാർട്ട് 1 2 റൂൾസേ ഉള്ളൂ. പാർട്ട് 3 39 റൂൾസ് ഉണ്ട്. ഒരു സർക്കാർ ജീവനക്കാരൻ തീർച്ചയായിട്ടും വായിക്കേണ്ടുന്ന ഒരു ബുക്കാണ് KSR. പ്രത്യേകിച്ച് സീനിയോറിറ്റി മുതലായ തർക്കങ്ങൾ, റിസർവേഷനിലൊക്കെ, സീനിയോറിറ്റിയിൽ, പ്രൊമോഷനിലൊക്കെ തർക്കമുണ്ടെങ്കിൽ KSR റൂൾ പ്രകാരം ചെയ്തിരിക്കണം. അപ്പൊ KSR പാർട്ട് 2 റൂൾ 9 പ്രകാരമാണ് സർവീസിൽ ടെമ്പററി ആയിട്ട് ആളുകളെ നിയമിക്കുന്നത്. എഴുതാൻ വരട്ടെ. KSR പാർട്ട് 2 റൂൾ 9 പ്രകാരമാണ് ടെമ്പററി ആയിട്ട് ആളുകളെ നിയമിക്കുന്നത്. അവർക്ക് KSR ടിയർ റൂൾസ് ബാധകമാണ്. ഈ ടെമ്പററി ആയിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് ആ ടെമ്പററി സ്റ്റാറ്റസ് നിൽക്കുമ്പോൾ അവർക്ക് KSR ആസ് എ ഹോൾ നോട്ട് ആപ്ലിക്കബിൾ. അത് നമുക്ക് താഴെ പഠിക്കാനുണ്ട്. KSR മൊത്തത്തിൽ ബാധകമല്ല, പക്ഷേ യാത്രപ്പടി ചട്ടങ്ങൾ ബാധകമാണ്. ചുരുക്കി ഒന്ന് എഴുതാം, ഇംഗ്ലീഷ് എഴുതുന്നവരൊന്ന് എഴുതിക്കോളൂ. KSR പാർട്ട് 2, KSR, ഒരു സെക്കൻഡ്, KSR പാർട്ട് 2, KSR പാർട്ട് 2 ടിയർ റൂൾസ്, യാത്രപ്പടി ചട്ടങ്ങൾ ആപ്ലിക്കബിൾ ബാധകമാണ്. 2, those who are അത്ര എഴുതിയോ? KSR പാർട്ട് 2 ടിയർ റൂൾസ് ആപ്ലിക്കബിൾ ടു those who are. KSR പാർട്ട് 2 ടിയർ റൂൾസ് ആപ്ലിക്കബിൾ. പാർട്ട് 2 മലയാളം എഴുതാൻ വരട്ടെ. KSR പാർട്ട് 2 ടിയർ റൂൾസ് ആപ്ലിക്കബിൾ ടു those who are appointed temporarily. Those who are appointed, ബാക്കി ഇവിടെ എഴുതാം, appointed temporarily, ബാക്കി ഇതങ്ങ് എഴുതിയാൽ മതി. temporarily, those who are appointed temporarily under rule 9 part 2 of KS and SSR. Those who are appointed temporarily under rule 9 of part 2 KS and SSR. KSR part 2 tier rules applicable to those who are appointed temporarily under rule 9 part 2 of KS and SSR. പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു ഓപ്ഷൻ ആണ് അത് കേട്ടോ. ചോദ്യ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. മലയാളം എഴുതുന്നത് നോട്ട് ചെയ്തോളൂ. KS and SSR പാർട്ട് 2 റൂൾ 9 പ്രകാരം KS and SSR തിരിച്ചെഴുതണം, മലയാളം ആകുമ്പോൾ ഇല്ലേ? KS and SSR പാർട്ട് 2 റൂൾ 9 പ്രകാരം താൽക്കാലികമായി നിയമിക്കപ്പെട്ടവർക്ക്, ടെമ്പററിയായി നിയമിക്കപ്പെട്ടവർക്ക് KSR പാർട്ട് 2 യാത്രപ്പടി ചട്ടങ്ങൾ ബാധകമാണ്. KS and SSR പാർട്ട് 2 റൂൾ 9 പ്രകാരം നിയമിക്കപ്പെട്ടവർക്ക് KSR പാർട്ട് 2 ടിയർ റൂൾസ് ബാധകമാണ്. ടിയർ റൂൾസ് ആപ്ലിക്കബിൾ ആണ്, ടിയർ റൂൾസ് ബാധകമാണ്. അപ്പോഴേ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് റൂൾ 1ഉം 2ഉമാണ്. റൂൾ 1 ഈ ചട്ടങ്ങൾ ആർക്കൊക്കെ, ഈ ചട്ടങ്ങൾ എന്നു മുതൽ നടപ്പിലായി? പാർട്ട് 1 റൂൾസ് ഏത് തീയതി മുതൽ നടപ്പിലായി? പാർട്ട് 1 റൂൾസ് ഏത് തീയതി മുതലാണ് ഓപ്പറേറ്റീവ് ആയത്?
പാർട്ട് 1 റൂൾസ് പാർട്ട് 1 അല്ലെങ്കിൽ 2 പാർട്ട് 1 2 ചട്ടങ്ങൾ ഏത് തീയതി മുതൽ നടപ്പിലായി? A 1/11/1956, B 1/11/1959, C 12/11/1959, D നൺ ഓഫ് ദീസ്. പാർട്ട് 1 2 ചട്ടങ്ങൾ എന്ന് മുതൽ നടപ്പിലായി? 1/59 മുതൽ അല്ലേ? പാർട്ട് കേൾക്കുന്നില്ല. സാറേ നെറ്റ് പോയി എന്നാണ് തോന്നുന്നത്. ഹലോ സാർ, കേൾക്കുന്നില്ല സാർ, മ്യൂട്ടാണോ? ഹലോ ഇപ്പോഴോ? ശരിയാണത്. എൻ്റെ ഇയർഫോണിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായി. യെസ്, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നത് റൂൾ 1 ഏതൊക്കെ തീയതികളിലാണ് ചട്ടങ്ങൾ നിലവിൽ വന്നത്, റൂൾ 2 ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ അല്ലേ? മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ബാധകം എന്ന് പറഞ്ഞു. മുഴുവൻ സമയ ജീവനക്കാർ തന്നെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. പഴയ തിരുവിതാംകൂർ കൊച്ചിൻ ജീവനക്കാർ 2 പാർട്ടുകൾക്ക് ഓപ്ഷൻ ഫെസിലിറ്റി കൊടുത്തു. അതാണ് അവർക്ക് ഓപ്റ്റ് ചെയ്തവർക്ക് ആ പാർട്ടുകൾ ബാധകമുള്ളൂ, പാർട്ട് 1 3. എന്നാൽ പാർട്ട് 2 ടിയർ റൂൾസ് എല്ലാവർക്കും ബാധകമാണ്, ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും അല്ലേ? അതുപോലെ തന്നെ KSR പാർട്ട് 2 റൂൾ 9 പ്രകാരം നിയമിക്കപ്പെട്ടവർക്ക് KSR ടിയർ റൂൾസ് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇതിലെ പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വരും കേട്ടോ. അടുത്ത റൂൾ 3 ആണ്. റൂൾ 3 ഈ ചട്ടങ്ങൾ ആർക്കൊക്കെ ബാധകമല്ല, അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അല്പം വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. ടെക്സ്റ്റിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിലും KSR ആപ്ലിക്കബിൾ ആയിട്ടല്ലാത്ത ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പോൾ പാർട്ട് ടൈം ജീവനക്കാർ, ഡെയിലി വേ സ്റ്റാഫ്, വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാഫ്, കോൺട്രാക്ട് എംപ്ലോയീസ്, സ്പെഷ്യൽ റൂൾസ് പ്രകാരം നിയമിക്കപ്പെട്ട മന്ത്രിമാരുടെ സ്റ്റാഫും മറ്റും. പിന്നെ 1/11/56 വരെ സർവീസ്, 31/10/56 വരെ തിരുവിതാംകൂർ കൊച്ചിയിലൊക്കെ ജോലി ചെയ്ത് തുടർന്നവർ KSR ഓപ്റ്റ് ചെയ്യാത്തവർ, അത്തരം കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൂള് 3, 4, 5 മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നും ഒരു ഇൻട്രൊഡക്ടറി എന്ന നിലയിൽ ഈ 2 റൂൾസ് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ ഡിസ്കഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിന്റെ റെക്കോർഡിംഗ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, ക്ലാസ് ഒന്ന് എൻഡ് ചെയ്യണം ഇന്നത്തെ കേട്ടോ. യെസ്.